ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഒരു ചിക്കൻ പീസ് പോലും ബാക്കി വെക്കാതെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ചെട്ടിനാട് ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇതുപോലുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് മുഴുവൻ മസാലകൾ ചേർക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം കൂടിയാണ്. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഒരു 3 ഏലയ്ക്ക, ഒരു പീസ് അളവിൽ കറുവാപ്പട്ട, പിന്നെ ഒരു തക്കോലും ഗ്രാമ്പും ചേർത്തിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ സാജീരകമാണ്. നമ്മൾ ഈ സാജീരകം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മസാലയുടെ, അതായത് നമ്മുടെ ഗരം മസാലയുടെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമുക്കിതിലുണ്ടാവുന്നത്. ഇനിയിപ്പോൾ ഈ സാജീരകം ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും, 1 ടീസ്പൂൺ അളവിൽ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്. മുഴുവൻ കുരുമുളകും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഓരോ വറ്റൽമുളകും 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. 10ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അപ്പോൾ ഓരോ മുളകും ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വറുത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ മല്ലിയും അതുപോലെ തന്നെ ജീരകവും എല്ലാം ചെറുതായിട്ട് ടപ്പട ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കും. ആ സമയം വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും, ഒരുപാട് ഫ്ലെയിം വെക്കരുത്. നമുക്ക് ഈ മുഴുവൻ മല്ലിയും വറ്റൽമുളകൊക്കെ ചേർക്കുന്നതിന് പകരം മസാലകൾ ചേർത്തും തയ്യാറാക്കിയെടുക്കാം. മസാലകൾ ചേർത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ എല്ലാത്തിൻ്റെയും പൊടിയെല്ലാം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വറുത്തെടുത്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. എപ്പോഴും ഇതുപോലുള്ള മുഴുവൻ സ്പൈസസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് ബെസ്റ്റ്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 15ഓളം ചെറിയ ഉള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതുപോലെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ചെറിയ ഉള്ളി തന്നെ നമ്മൾ എടുത്തേക്കണം. ഇതിന് ടേസ്റ്റ് എപ്പോഴും കൂടുതൽ കൊടുക്കുന്നത് ചെറിയ ഉള്ളിയിൽ തയ്യാറാക്കുമ്പോഴാണ്. ഇനി ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് സവാളയിലും ചെയ്തെടുക്കാം. എങ്കിൽ പിന്നെ ഒരു 1.5 സവാള നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഫ്ലെയിമൊക്കെ ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 2 പച്ചമുളകും കൂടി. നമ്മൾ നേരത്തെ വറ്റൽമുളകും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ എരിവ് നോക്കിയിട്ട് വേണം നമ്മുടെ മുളക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. ഉപ്പ് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മളിതാ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ ചിക്കൻ പീസും കൂടി. അപ്പോൾ ഈ ചിക്കൻ പീസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം.
ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് എല്ലാ മസാലകളും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി മാത്രമേ കുറച്ച് വയ്ക്കുന്നുള്ളൂ. നല്ലതുപോലെ ഫ്ലെയിം സിമ്മിലിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ വേണം, ഇതുപോലെ വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചിക്കനെല്ലാം. ഇനി ഒരു 3 മിനിറ്റും കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. വീണ്ടും ഒരു 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയെല്ലാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മസാലയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എല്ലാ മസാലയും നമ്മുടെ ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മളിതെല്ലാം കൂടി ഒന്ന് വഴറ്റി മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ഈ മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പുരണ്ട് കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. കാരണം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള മസാലകളെല്ലാം നന്നായിട്ട് വറുത്ത് ചേർത്തിട്ടുള്ള മസാലകളാണ്. അതിൻ്റെ പേരിൽ ഫ്ലെയിമൊക്കെ നമ്മൾ കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മസാലകൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയും സമയം കൊണ്ട് ഇതിനുള്ളിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോയിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിലെ കംപ്ലീറ്റ് വെള്ളവും പറ്റിയിട്ട് ഇതിൽ ചുറ്റിന്നും ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. കൂടെ തന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇതുപോലെ ഒരു അല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തുമാത്രം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.